ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും. പഞ്ച് ഡയലോഗിൽ ഒതുക്കിയില്ലേ അങ്ങനെ മരണമാസ. വേറെന്തൊരു കാര്യം കൂടി, അത് മൂന്നും കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. അവൻ കരയുന്നത് ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. മനസ്സിലായില്ല. ഒരു ക്ലൂ തരാം. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം വേണം. അത് നന്നായി. എനിക്ക് എന്ത് പ്രശ്നം? ഈ ഫിലോസഫിക്ക് ചുമ്മാ പറയാൻ കൊള്ളാം. ഈ ആറാട്ടെണ്ണെന്ന് വിളിക്കുന്നത് ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. ഇല്ല. കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞ പല കാര്യം വീഡിയോ വളച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു വളരെ മോശം ഇമേജ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നേരിട്ട് പറയാ, എനിക്ക് അവളെ കെട്ടിയാ കൊള്ളാം, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇത് നേരിട്ട് പറഞ്ഞതല്ലേ, ഇതിനകത്ത് എവിടെയാണ് വളച്ചൊടിക്കൽ? ഈ ഇടക്കിടക്കുള്ള കുത്തുവർത്താനുണ്ടല്ലോ, എനിക്ക് ഞാൻ നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്കും കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കുന്നത് മാത്രമേ വരുള്ളൂ. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. കർത്താവേ, പണി പാടോ? എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ഒരു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എടാ, മനുഷ്യനായ സാമാന്യ ബോധം വേണം. ഇതൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ആദ്യം അവനൊരു നല്ല മനുഷ്യനാവണം. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ കുഴപ്പം ഭയങ്കര തെരുവിളിയാണ്. കമന്റ്സിലാണ് എവിടെയും കേൾക്കേണ്ട തെരുവിളികളാണ്. പുതിയതാ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? കേരളത്തിലെ പല ആണുങ്ങളും സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്തോ എങ്ങനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. എന്താ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്? ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? അതാ എന്തൊക്കെയാണ് നീ ഇവിടെ കാണിച്ചത്? അഥവാ യൂട്യൂബ് ഇങ്ങനെയൊന്നും പൈസ തരുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണനി പരിപാടി നിർത്തും. ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേ നിർത്തുന്നില്ല. ഞാൻ ഈ ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ പോപ്പുലാരിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്. യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നോ അന്ന് ഇദ്ദേഹം പണി നിർത്തും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സാറേ, അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ആക്കിയതാണല്ലേ ഇപ്പോഴത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. ഈ വിമർശനം വന്നപ്പോൾ സദസ്സൊന്നും മുറുമുറുത്തു. പിന്നെ കവിതയുടെ മട്ടുമാറി സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി ഇവിടെ എങ്ങനെ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. സ്വാഭാവികം. അവസാനം അത് ആറാട്ടെണ്ണലും സന്തോഷ് പണ്ഡിറ്റിലും നിന്നു. അവരുടെ അടിയിലും സായിയുടെ ഇതിലും നിന്നിട്ടില്ല. കാശ് കൊടുത്ത ഇവൻ പണിയെടുക്കുന്ന എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് നിന്റെ വിവരക്കേടോണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. നമ്മൾ ഇവിടെ നിൽക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ കാശുണ്ടാക്കാൻ. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. സോറി പറയാനല്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ട് ചേടാ. ശിവരാമന് പുല്ല. ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ട് ആള് അത്രയും വേണോ സാർ? വേണം. ഞമ്മക്കാരനെ പേടില്ല. ആന മതമിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. സായിയോട് സായി എന്റെ കോമാളിത്തരം എടാ നിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. നീ അന്ന് നോവിച്ച് വിട്ടത് ഒരു പാമ്പിനെയാണ്. ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഏത് നായന്റെ മുഖത്ത് നോക്കിയിട്ടൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് എന്താ? കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.